പക്ഷേ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പൂജാരിമാരൊക്കെ വ്യഭിചാരത്തിലേർപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് പരസ്യമായി തന്ത്രിമാരെയും അവിടുത്തെ പൂജാരിമാരെയും അധിക്ഷേപിച്ച സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നാമജപ ഘോഷയാത്രയൊക്കെ അപകീർത്തിപ്പെടുത്തുകയും NSS ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരെ പരസ്യമായി അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത മുഖ്യമന്ത്രിയാണ്. അതുപോലെ തന്നെ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം വിദേശ രാജ്യത്തായിരുന്നു. വിദേശ രാജ്യത്തു നിന്ന് മടങ്ങിയെത്തി രാവിലെ വന്നു. അന്ന് വൈകുന്നേരം തന്നെ അദ്ദേഹം പത്തനംതിട്ടയിൽ പോയി പ്രസംഗിച്ചു. അന്നത്തെ ആ പ്രസംഗം നമ്മൾ ആരും മറന്നിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഇപ്പോഴും ഓർമ്മയുണ്ട്. കാരണം തന്ത്രി ഈ ബ്രഹ്മചാരിയായിരിക്കണം. കാരണം നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശ്രീ അയ്യപ്പൻ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ളതാണ് ശ്രീ അയ്യപ്പൻ്റെ ദേവസങ്കല്പം എന്നുണ്ടെങ്കിൽ ആ അയ്യപ്പനെ, നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനെ പൂജിക്കുന്ന പൂജാരിയും ബ്രഹ്മചാരിയായിരിക്കണം. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ പൂജാരിമാരൊക്കെ വ്യഭിചാരത്തിലേർപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് പറഞ്ഞ് പരസ്യമായി തന്ത്രിമാരെയും അവിടുത്തെ പൂജാരിമാരെയും അധിക്ഷേപിച്ച സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി. അതുപോലെ തന്ത്രിയുടെ കോന്താലയിൽ കെട്ടിയിട്ടുള്ളതാണ് താക്കോലെങ്കിൽ അത് അഴിച്ചു മാറ്റുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എത്ര ഹീനമായ നിലയിലാണ് ശബരിമല ദേവസ്വത്തെ സംബന്ധിച്ചും തന്ത്രിമാരെ സംബന്ധിച്ചും പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ശാന്തിമാരെക്കുറിച്ചുമൊക്കെ അദ്ദേഹം അന്നവരുടെ അപകീർത്തികരമായി പ്രസംഗിച്ചത്. അതിനുശേഷം 50 കോടി രൂപ ചെലവഴിച്ച് നവോത്ഥാനം മുതൽ കിട്ടി എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചത്. എന്നിട്ട് ഇപ്പോൾ വിശ്വാസത്തിൻ്റെ അപ്പോസ്തലനായി മാറി തീർന്നു. ആ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിനോടനുബന്ധമായി തന്നെ ഈ തീവെട്ടിക്കൊള്ളയും പുറത്തു വന്നു. വിശ്വാസികൾ പറയുന്നത് ഇതൊക്കെ അയ്യപ്പൻ്റേതായിട്ടുള്ള ഒരു ക്രിയയാണ് എന്ന നിലയിലാണ് പറയുന്നത്. കാരണം ആഗോള അയ്യപ്പ സംഗമം വന്നു, അത് ദയനീയമായി പരാജയപ്പെട്ടു. ഇന്ന് അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ വിജയം കണ്ടിട്ടാണ്. ദയനീയമായി പരാജയപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ, വിശ്വാസ സമൂഹം പൂർണ്ണമായും ഉപേക്ഷിച്ച ഒരു സംഗമമായിരുന്നു അയ്യപ്പ സംഗമം. അത് ദയനീയമായി പരാജയപ്പെട്ടു. തുടർന്ന് ഈ തിരിച്ചടിയും കൂടി വരുമ്പോൾ ഇനിയെങ്കിലും ഈ ഇരട്ടത്താപ്പിൻ്റെ ശബരിമലയെ രാഷ്ട്രീയമായി ദുരുപയോഗപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും അതിന് തിരിച്ചടി കിട്ടും. അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന, ഒരു സംശയവും വേണ്ട.